ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ 5-ാം തീയതി വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമല്ലോ മുംബൈയിലെ. അവിടെ നല്ലൊരു കൂറ്റൻ സ്കോർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. അല്ലെങ്കിൽ പൊതുവേ മുംബൈ പിച്ചുകൾ ബാറ്റിംഗ് ട്രാക്കാണ്. സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവരും നല്ല ചേസ് ചെയ്ത് അവിടെ നല്ല റൺ അടിക്കാണ്ട് 200-230 ഒന്നും അവിടെ വിന്നിങ് സ്കോറായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. എന്ത് സംഭവിക്കാവുന്നൊരു പിച്ചാണ്. അവിടെ ഇംഗ്ലണ്ടിനെതിരെ ആയതുകൊണ്ട് സഞ്ജു ഇച്ചിരി ബാക്ക് ഫുട്ടിലാണ്. സഞ്ജു ഇംഗ്ലണ്ടിന് അത്ര നല്ല ഫോമിലല്ല. പക്ഷേ പുള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ കളി നോക്കുമ്പോൾ പുള്ളി കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാമാൻ ക്വയറ്റായിട്ട് കളിച്ചാൽ സഞ്ജുവിന് നല്ലൊരു സ്കോർ അവിടെ നേടാം. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സഞ്ജു അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് പുള്ളി സപ്പോർട്ട് ചെയ്ത് കളിക്കുകയായിരിക്കും നല്ലത്. പുള്ളി ഫസ്റ്റ് തന്നെ ആർച്ചർ വരുമ്പോൾ തന്നെ തൂക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബൗൺസറിൽ കിട്ടും. പുള്ളി അന്ന് ഇന്നലെ 2 ദിവസം എന്നാണ് പുള്ളി കളിച്ചത്, അതേ കളി തന്നെ പുള്ളി നോക്കണം. പുള്ളി നോക്കുക, ബോൾ നോക്കി കളിക്കുക, ഓഫിലേക്ക് പരമാവധി കളിക്കാൻ ശ്രമിക്കുക. അതും ഗ്രൗണ്ട് ഷോട്ട് ആണെങ്കിലും 4 ആണെങ്കിലും 6 ആണെങ്കിലും ഗ്രൗണ്ട് ഷോട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ അതല്ല ഏറ്റവും ബെറ്റർ. പുള്ളി കഴിഞ്ഞ ദിവസം കളിച്ച കളിയത് ഒരു അലക്ഷ്യമായ ഷോട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ അഭിഷേക് ശർമ്മ എന്തായാലും ഫോം ആവുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അഭിഷേക് ശർമ്മ ഇംഗ്ലണ്ടിനെതിരെ നല്ല ഫോമായിരിക്കും. പുള്ളിക്കാരൻ്റെ കിഡിലൻ സെഞ്ചുറി ഇംഗ്ലണ്ടിനെതിരെ ഉള്ളതാണ്. അതുകൊണ്ട് അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ ഒരു ടെൻഷനില്ല. അഭിഷേക് ശർമ്മ ഫോമായിരിക്കും. അഭിഷേക് ശർമ്മ ഫോമായാൽ ഇന്ത്യ ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഇഷാൻ കിഷൻ പുറകെ ഉണ്ട്, സ്കൈ ഉണ്ട്. നമുക്ക് സ്കൈ എന്തായാലും മുംബൈ പിച്ചിൽ ഫോമാവും. അതുപോലെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, തിലക് വർമ്മയുണ്ട്. മുംബൈയുടെ കളിക്കാരായിട്ട് അവർക്ക് അത് ഓർക്കണം. നമ്മൾ ഇഷാൻ കിഷൻ മാറിയാലും ബാക്കിയെല്ലാം മുംബൈ പ്ലെയറാണ് ഇപ്പോഴും. പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ശിവൻ ദൂബെ മുതൽ അക്സർ പട്ടേൽ വരെ ബാറ്റിംഗ് നിരയുണ്ട്. നമുക്കൊന്നും പേടിക്കാനില്ല. ചിലപ്പോൾ വരുൺ ചക്രവർത്തിയെ മാറ്റി കുൽദീപ് യാദവിനെ ടീമിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പറയുന്നുണ്ട്. അത് നല്ല കാര്യമാണ് കേട്ടോ. വരുൺ ഇപ്പോൾ 2-3 കളിയായിട്ട് പുള്ളിയുടെ ബോളെല്ലാം റീഡ് ചെയ്ത് തുടങ്ങി. പുള്ളിയെല്ലാം ഇപ്പോഴും മിസ്റ്ററി സ്പിന്നർ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ബോൾ സ്പീഡും കറക്റ്റ് സ്റ്റെമ്പിലേക്കാണ് പന്ത് വരുന്നത്. അത് മനസ്സിലാക്കി സ്ട്രൈറ്റ് ബാറ്റ് വിഷയമാണ് ഇപ്പോൾ കളിക്കുന്നത്. 2-3 കളിയായിട്ട് അതർ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുൺ ഫോമാവുന്നതൊക്കെ പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ കുൽദീപ് ആണെങ്കിലും നമ്മുടെ മാച്ച് വിന്നിങ് ബോളറാണ്. പിന്നെ നമുക്ക് അർഷദീപ് ഉണ്ട്. അർഷദീപിനെ മാറ്റി സിറാജ് വന്നാൽ ഇച്ചിരി ബെറ്റർ ആയിരുന്നു. പക്ഷേ അർഷദീപിനെ ഇനി മാറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പം അർഷദീപും ബുംറ ആയിരിക്കും, ഹർദിക്കും ആയിരിക്കും പേസായിട്ടുള്ളത്. പിന്നെ അതുപോലെ അക്സർ പട്ടേലും നമ്മുടെ കുൽദീപ് യാദവും അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി ആയിരിക്കും ഇതിലുള്ളത്. വരുൺ ചക്രവർത്തിക്ക് തന്നെയാണ് എപ്പോഴും ചാൻസ്. നമ്പർ 1 2020 ബോളറല്ലേ. പിന്നെ മറ്റേ ശിവൻ ദുബെ ഉണ്ട്. ശിവൻ ദുബയ്ക്കൊന്നും ബോളിംഗ് കൊടുക്കാൻ സാധ്യത കുറവാണ് അവിടെ. എന്നാലും നമ്മുടെ ബാറ്റിംഗ് പവർ ഹൗസുകളിൽ ആരെങ്കിലും 2 പേര് ക്ലിക്കായാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് ഫൈനലിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് അടുത്ത റിവ്യൂ വരാം. അതുവരെ ബൈ.